എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ അതെങ്ങനെ ഭൂതകാലത്തിൽ പറയാം, അതായത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ നമുക്ക് ഹിന്ദി വാക്യങ്ങൾ ഉണ്ടാക്കാം, അതിൻ്റെ ഈസി വേ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിലൂടെ എന്തായാലും നിങ്ങൾ ഇന്ന് ഹിന്ദി വാക്യങ്ങൾ നിർമ്മിക്കാൻ പഠിക്കും, അതായത് ഭൂതകാലത്തിലെ വാക്യങ്ങൾ നിർമ്മിക്കാൻ ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഭൂതകാലം, അല്ലേ? ഭൂതകാൽ എന്ന് ഹിന്ദിയിൽ പറയുന്നു. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇതറിയാം, പക്ഷേ ഇനി കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ട് അവർക്ക് ഇതെന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് പറയാം. ഭൂതകാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭൂതകാലാണ്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞു പോയ കാലമാണ് ഭൂതകാലം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുപോയ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഹിന്ദിയിൽ പറയുന്നത് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്കൊരു സെൻറ്റൻസ്, ഒരു വാക്യം എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ മെയിൻ ഇമ്പോർട്ടൻസ് ആയ 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഒരു സെൻറ്റൻസിലെ പാർട്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ആ 3 കാര്യങ്ങൾ, 3 പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വ ഫൽ ലായ, വ ഫൽ ലായ, അവൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. വ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവളാണ്. ഇവിടെ അർത്ഥം അവൻ എന്നാണ്. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ്. ലായ എന്ന് പറഞ്ഞാൽ ലാന എന്ന് പറഞ്ഞ വെർബ് ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ലായ കൊണ്ടുവന്നു. വ ഫൽ ലായ, അവൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഓക്കെ, ഇതാണ് ആ ഒരു വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാര്യമാണ് ക്രിയ അല്ലെങ്കിൽ വെർബ്. ഓക്കെ, എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്? കൊണ്ടുവരിക, അല്ലെ? ലാന എന്ന് പറഞ്ഞ ഒരു ക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാന ക്രിയയാണ്, വെർബാണ്. ഇനി അത് കൊണ്ടുവരുന്ന ആള്, ആ കാര്യം ചെയ്യുന്ന ആളാണ് കർത്ത. ഓക്കെ, ചെയ്യുന്ന ആളെ നമ്മൾ കർത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏതാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്ത? ആരാണ്? വഹാണ്, അല്ലെ? വ, അവൻ. ഇനി അവൻ കൊണ്ടുവന്നു, അല്ലെ? അവൻ ഒരു കാര്യം ചെയ്തു, അവൻ കൊണ്ടുവന്നു. ഇനി ഇവിടെ നമ്മൾ 2 ചോദ്യം, ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, 2 ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെന്നാണെങ്കിൽ അതാണ് ഒബ്ജക്റ്റ്, കർമ്മ. ഓക്കെ, അതായത് ക്യാ, എന്ത്, അവൻ എന്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ അവൻ എന്തിനെ കൊണ്ടുവന്നു എന്നാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടോന്നാണെങ്കിൽ അതാണ് കർമ്മ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഒരു വാക്യത്തില് കർത്ത, കർമ്മ, ക്രിയ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഒന്നുകൂടി നോക്കാം. വ ഫൽ ലായ, ഇവിടെ ചെയ്യുന്ന കാര്യം ലായ എന്നുള്ളതാണ്, അല്ലെ? കൊണ്ടുവന്നു, അത് ക്രിയയാണ്. ഈ ക്രിയ ചെയ്യുന്ന ആളാണ് കർത്ത. അപ്പൊ ഇവിടെ ആരാണ് കർത്ത? വഹാണ് കർത്ത. ഇനി അവൻ എന്ത് കൊണ്ടുവന്നു, എന്ത്, അല്ലെ? ക്യാ അല്ലെങ്കിൽ കിസെ, ഈ 2 ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടെന്നാണെങ്കിൽ അതാണ് കർമ്മ. അപ്പോൾ അവൻ എന്ത് കൊണ്ടുവന്നു? അവൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. അപ്പോൾ ഫ്രൂട്ട്സ്, ഫൽ എന്നുള്ള വാക്കാണ് ഇവിടെ കർമ്മ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാ സെന്റൻസിലും കർമ്മ ഉണ്ടാവണം എന്നില്ല, അല്ലെ? അപ്പോ കർമ്മ ഹേ തോ സകർമ്മ ക്രിയ, കർമ്മ നെഹി ഹേ തോ അകർമ്മ ക്രിയ. അപ്പൊ ഒരു വാക്യത്തില് കർമ്മ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട് എന്നാണെങ്കിൽ അതിനെ നമ്മൾ സകർമ്മ ക്രിയ എന്ന് പറയും. ഇനി ആ സെന്റൻസിൽ കർമ്മ ഇല്ല, എക്സാമ്പിൾ അവൻ ഉറങ്ങി, അവൻ എന്തുറങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല, അപ്പോൾ ആ സെന്റൻസ് എന്താണ്? അകർമ്മ ക്രിയ. ഓക്കെ, കർമ്മ ഉണ്ടെങ്കിൽ അത് സകർമ്മ ക്രിയ, കർമ്മ ഇല്ലെങ്കിൽ അത് അകർമ്മ ക്രിയയാണ്. ഓക്കെ, ഇനി ഇതനുസരിച്ചാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സെന്റൻസ് മേക്കിങ്ങിന് ഇത് വളരെ അത്യാവശ്യമാണ്. എന്താണ് സകർമ്മക്, എന്താണ് അകർമ്മക് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കണം. കർമ്മമുള്ള സെന്റൻസും കർമ്മമില്ലാത്ത സെന്റൻസും മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമ്മളെ സെന്റൻസ് നിർമ്മിക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇനി ഭൂതകാല സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ ജെൻഡറിനെ ബേസ് ചെയ്ത് വെർബിന് ചില ചേഞ്ചസ് ഉണ്ടാവും. അതിൽ
കർത്ത, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കർത്ത ചെയ്യുന്ന ആളുടെ ലിംഗ്, ജെൻഡർ ഏതാണ്, അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ, അതിനെ ബേസ് ചെയ്ത് ക്രിയയ്ക്ക് വ്യത്യാസം ഉണ്ടാവാം. ഇനി അവിടെ പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ നമ്മൾ നേ എന്നുള്ള വാക്ക്, നേ എന്ന് പറഞ്ഞ ഒരു വിഭക്തി പ്രത്യയമാണ്, അത് യൂസ് ചെയ്യാറുണ്ട്. പാസ്റ്റ് ടെൻസിലെ സെന്റൻസുകളിൽ നേ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ നേ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ നേ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അവിടെ വാക്യത്തില് കർമ്മിന്റെ ലിംഗ് അനുസരിച്ചായിരിക്കും ക്രിയാപദത്തിൽ വ്യത്യാസം വരുന്നത്. നേ ഉപയോഗിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ കർമ്മ ഉണ്ടെന്നാണെങ്കിൽ കർമ്മിന്റെ ജെൻഡർ ഏതാണ് അതിനനുസരിച്ച് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവും. ജീവനുള്ളതിന് മാത്രമല്ല ജെൻഡർ ഉള്ളത്, ജീവനില്ലാത്തതിനും ജെൻഡർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കുക കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അത് പ്രാക്ടീസിലൂടെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 2 നിയമങ്ങൾ അനുസരിച്ച് വരുന്ന സെന്റൻസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവും. നോക്കാം. വ ദൗഡ, വ ദൗഡ ഇവിടെ നേ ഉള്ള സെന്റൻസ് അല്ല, ജസ്റ്റ് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. വ ദൗഡ, അവൻ ഓടി എന്നാണ് അർത്ഥം. അവൻ ഓടി. ഓക്കെ, വ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ദൗഡ എന്നുള്ള വാക്ക് നോക്കൂ, അത് പുല്ലിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. ദൗഡ പുല്ലിംഗിൽ വരേണ്ട വാക്കാണ്, ദൗഡി സ്ത്രീലിംഗിൽ വരേണ്ട വാക്കാണ്. അപ്പോ വ ദൗഡ, അവൻ ഓടി. ഇവിടെ വ എന്നുള്ളതാണ് കർത്ത. കർത്ത പുല്ലിംഗാണെങ്കിൽ ക്രിയ എന്താവും? ദൗഡ. കർത്ത സ്ത്രീലിംഗാണെങ്കിൽ ഇവിടെ ദൗഡ എന്നുള്ളത് ദൗഡി എന്നായി മാറും. ഓക്കെ, അപ്പോ അവൻ ഓടി എന്നാണെങ്കിൽ വ ദൗഡ. ഇനി അവൾ ഓടി എന്നാണെങ്കിൽ വ ദൗഡി എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ കർമ്മ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്യാ അല്ലെങ്കിൽ കിസ് എന്നുള്ള ചോദ്യം ചോദിക്കണം. വ ക്യാ ദൗഡ, അവൻ എന്തോടി. ഉത്തരവുണ്ടോ? ഇല്ല. അപ്പൊ ഇത് അകർമ്മകാണ്. അപ്പോ അകർമ്മ വരുന്ന സെന്റൻസിൽ എന്തിനെ ബേസ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്? കർത്ത എന്നുള്ള വാക്ക് അല്ലെ, അത് കർത്ത ആരാണ് അതിനെ ബേസ് ചെയ്ത്, അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ അതിനെ ബേസ് ചെയ്താണ് വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. വേ ഫുട്ബോൾ ഖേൽ രഹേദേ. നേ വന്നിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ കർത്താവിനെ ബേസ് ചെയ്താണ് ചേഞ്ച് വരേണ്ടത്. അപ്പോൾ ഇവിടെ നേ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേ അല്ലെ, വേ എന്ന് പറഞ്ഞാൽ വഹിന്റെ പ്ലൂറൽ ആണ്. അവർ ഒന്നിലധികം പേരുണ്ട്. അവൻ അല്ലെങ്കിൽ അവർ ഒന്നിലധികം പേരാവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? വേ എന്ന് യൂസ് ചെയ്യുന്നത്. വേ ഫുട്ബോൾ ഖേൽ രഹേദേ, വേ ഫുട്ബോൾ ഖേൽ രഹേദേ. അപ്പൊ ഇവിടെ എന്തിനെ അനുസരിച്ചാണ് ക്രിയയ്ക്ക് വ്യത്യാസം വരേണ്ടത്? കർത്ത എന്നുള്ള വാക്കിനെ ബേസ് ചെയ്താണ് ഇവിടെ ക്രിയയ്ക്ക് വ്യത്യാസം വരേണ്ടത്. അപ്പോൾ ക്രിയ ഏതാണ്? ഖേൽ രഹേദേ, അതാണ് ക്രിയ. അപ്പൊ വേ എന്നുള്ളത് പുല്ലിംഗും പ്ലൂറലും ആയതുകൊണ്ടാണ് ഒന്നിലധികം അല്ലെ, ബഹുവചനാണ്. ഒന്നിലധികം ആവുമ്പോൾ ബഹുവചനം പ്ലൂറലാക്കി മാറ്റും. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആയതുകൊണ്ടാണ് ഇവിടെ വേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്നാണ് ഇവിടുത്തെ സെന്റൻസ് അല്ലെ. പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസ്. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവർ എന്നുള്ളതിന് വേ. അപ്പോ എൻഡിങ്ങില് ക്രിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വേനെ. അപ്പോ ഖേൽ രഹാദ, ഖേൽ രഹീദി, ഖേൽ രഹേദേ, ഇങ്ങനെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ വേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടും പുല്ലിംഗ ആയതുകൊണ്ടും നമ്മൾ എൻഡിങ്ങില് ഖേൽ രഹേദേ. ഇവിടെ വേ ക്യാ ഖേൽ രഹേദേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്. അവർ എന്ത് കളിക്കുകയായിരുന്നു? ഫുട്ബോൾ അല്ലെ. അപ്പൊ ഫുട്ബോൾ ആണ് ഇവിടെ കർമ്മ. അപ്പൊ ഇതൊരു സകർമ്മ ക്രിയയാണ്. പക്ഷെ നേയുടെ പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കർത്താനെ ബേസ് ചെയ്ത് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നു. കർത്തായുടെ ജെൻഡർ അനുസരിച്ച് ഇവിടെ ഖേൽ രഹേദേ എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. വ പഠ് രഹാദ, വ പഠ് രഹാദ, അവൻ പഠിക്കുകയായിരുന്നു. ഓക്കെ, വ എന്നുള്ളത് പുല്ലിംഗ ആയതുകൊണ്ട് എൻഡിങ്ങില് ക്രിയ എങ്ങനെ വന്നു? രഹാദ. പഠ് രഹാദ, പഠിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പഠന എന്നുള്ളതിന് വായിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. വ പഠ് രഹാദ, അവൻ പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൻ വായിക്കുകയായിരുന്നു. വ പഠ് രഹീദി, അവൾ പഠിക്കുകയായിരുന്നു. വ്യത്യാസം കണ്ടോ? വഹ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ എൻഡിങ്ങില് പഠ് രഹീദി എന്ന് വരണം. ഓക്കെ, പഠ് രഹീദി. വ പഠ് രഹാദ, അവൻ പഠിക്കുകയായിരുന്നു. വ പഠ് രഹീദി, അവൾ പഠിക്കുകയായിരുന്നു. അപ്പോ
സെയിം വാക്കാണ് വഹ് എന്നുള്ളത്. പക്ഷേ അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അത് നമ്മൾ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് സ്ത്രീലിംഗാണെങ്കിൽ പഠ്രഹീതി എന്നാക്കി പറയണം. ആൺകുട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ അവൻ പഠിക്കുകയായിരുന്നു എന്ന് പറയാനാണെങ്കിൽ വ പഠ്രഹാദ എന്ന് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കർത്ത എന്നുള്ള വാക്കിനെ ബേസ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നേയുടെ പ്രയോഗം വന്നിട്ടില്ല. അപ്പൊ നേ പ്രയോഗിക്കുമ്പോഴാണ് കർത്തയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതും അവിടെ കർമ്മ ഉണ്ടെങ്കിൽ കർമ്മിനെ ബേസ് ചെയ്ത് അവിടെ വ്യത്യാസം വരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. പിതാജി ബാഹർ ചലേഗേ. പിതാജി ബാഹർ ചലേഗേ. പിതാജി എന്ന് പറയുന്നത് പുല്ലിംഗാണ് അല്ലെ, ആണാണ്, പുല്ലിംഗാണ്. ഇനി അത് കൂടാതെ നമുക്ക് ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണ്. അപ്പൊ പുല്ലിംഗാണെങ്കിലും ബഹുമാനം കൊടുക്കേണ്ടതാണെങ്കിലും നമ്മൾ പ്ലൂറലിന് കൊടുക്കുന്ന അതേ നിയമം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ചലാഗയ എന്നല്ല വരേണ്ടത്. ഇവിടെ പുല്ലിംഗാണെങ്കിൽ ചലാഗയ എന്നാണ് വരേണ്ടത്. പക്ഷെ ബഹുമാനം കൊടുക്കേണ്ടത് കൊണ്ട് പ്ലൂറലിന് കൊടുക്കുന്ന, ബഹുവചനത്തിന് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ ചലേഗേ എന്നാക്കണം. പിതാജി ബാഹർ ചലേഗേ. പിതാജി എന്നുള്ള വാക്കിന്റെ ജെൻഡറിനെ ബേസ് ചെയ്ത് ക്രിയയ്ക്ക് വ്യത്യാസം സംഭവിച്ചു. ചലാഗയ എന്നുള്ളതിന് പകരം നമ്മളിവിടെ ചലേഗേ എന്നാക്കി. ഓക്കെ, പിതാജി ബാഹർ ചലേഗേ, അച്ഛൻ പുറത്തേക്ക് പോയി. ഇനി പിതാജിക്ക് പകരം മാതാജി എന്നാണെങ്കിൽ മാതാജി സ്ത്രീലിംഗാണ്, അതുപോലെ ബഹുമാനം കൊടുക്കേണ്ടതുമാണ്. അപ്പൊ നമുക്കിവിടെ ചലേഗേ എന്നുള്ളിടത്ത് ചലി ഗെയ് എന്നാവണം. അതുപോലെ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കേണ്ടതായതുകൊണ്ട് സ്ത്രീലിംഗിന്റെ കൂടെ ബഹുമാന സൂചകമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ലാസ്റ്റ് വാക്കിന്റെ ഒപ്പം നമ്മൾ ഒരു കുത്തിടും, മുകളിലൊരു കുത്തിടും, ഗെയ്. ഓക്കെ, മാതാജി ബാഹർ ഗെയ്. ഓക്കെ, പിതാജി ബാഹർ ചലേ ഗേ, മാതാജി ബാഹർ ചലി ഗെയ്. ക്ലിയർ അല്ലേ? ഇനി മാതാജിയുടെ അവിടെ നമുക്ക് ബഹൻ ആണെങ്കിൽ അത് ചെറിയ സിസ്റ്ററിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ബഹൻ ബാഹർ ചലി ഗെയ് എന്ന് മാത്രം കൊടുത്താൽ മതി. എൽഡർ സിസ്റ്റർ ആണ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ബഹൻ ബാഹർ ചലി ഗെയ്. അവിടെ ഗെയ്ക്ക് കുത്തു വരണം. ഓക്കെ, നമ്മളെക്കാൾ എൽഡർ ആണെന്നാണെങ്കിൽ ബഹുമാനം കൊടുക്കണം, അപ്പോൾ അവിടെ കുത്തു വരും. യങ്ങർ ആണെന്നാണെങ്കിൽ അവിടെ ആ ഒരു ജസ്റ്റ് വള്ളി ഈയുടെ ചിഹ്നം മാത്രമേ വരുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ. വ ദില്ലി നെഹി ഗയ. വ ദില്ലി നെഹി ഗയ. വ എന്നുള്ളതിന് അവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് എൻഡിങ്ങില് പുല്ലിംഗിന്റെ അനുസരിച്ച് ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. വ എന്നുള്ളത് പുല്ലിംഗ് ആയതുകൊണ്ട് എൻഡിങ്ങിൽ ഗയ. ഓക്കെ, വ ദില്ലി നെഹി ഗയ. നെഹി ഗയ മീൻസ് പോയില്ല, ഗയ മീൻസ് പോയി, നെഹി ഗയ പോയില്ല. വ ദില്ലി നെഹി ഗയ, അവൻ ഡൽഹിക്ക് പോയില്ല. ദില്ലി മീൻസ് ഡൽഹി, പ്ലേസിന്റെ പേര്. വ ദില്ലി നെഹി ഗയ, അവൻ ഡൽഹിക്ക് പോയില്ല. ഇനി അവൾ എന്നാണെങ്കിൽ എങ്ങനെ വരും? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. വ ദില്ലി നെഹി ഗയി. ഗയ എന്നുള്ളത് ഗയി. വ ദില്ലി നെഹി ഗയി, അവൾ ഡൽഹിക്ക് പോയില്ല. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് സെന്റൻസ് ഫോം ചെയ്യാൻ സാധിക്കും. വ ദില്ലി നെഹി ഗയ, അവൻ ഡൽഹിക്ക് പോയില്ല. വ ദില്ലി നെഹി ഗയി, അവൾ ഡൽഹിക്ക് പോയില്ല. ക്ലിയർ? വ ഗാന ഗാ രഹാദ. വ ഗാന ഗാ രഹാദ. ഇവിടെ വ എന്നുള്ളത് പുല്ലിംഗ് ആയതുകൊണ്ട് എൻഡിങ്ങിൽ വെർബ് എന്ത് വന്നു? ഗാ രഹാദ, പാടുകയായിരുന്നു. വ ഗാന ഗാ രഹാദ, അവൻ പാട്ട് പാടുകയായിരുന്നു. ഇനി അവൾ എന്നാണെങ്കിലോ ചെറിയ വ്യത്യാസമുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ അല്ലെ? വ ഗാന ഗാ രഹീദി. വ ഗാന ഗാ രഹീദി. വ ഗാന ഗാ രഹാദ, അവൻ പാട്ട് പാടുകയായിരുന്നു. വ ഗാന ഗാ രഹീദി, അവൾ പാട്ട് പാടുകയായിരുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ ഈ സെന്റൻസുകളിൽ രഹാദ, രഹീദി എന്നൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂയിങ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ അമ്മ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടാവാം, നമുക്കൊരു ഉറപ്പില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മളിവിടെ രഹാദ, രഹീദി എന്ന് പ്രയോഗിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു സംഭവം ഫിനിഷ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. നമ്മൾ പോരുന്ന സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പോരുമ്പോൾ അവൻ പാട്ട് പാടുകയായിരുന്നു, അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യുകയായിരുന്നു. ഓക്കെ, ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ രഹാദ, രഹീദി എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഖാന ബനാരഹാദ, ഖാന ബനാരഹീദി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ലിഖ്രഹാദ അല്ലെങ്കിൽ ലിഖ്രഹീദി. അവിടെ വെർബ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ സെന്റൻസിൽ ഒരു കളർ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ.
പുല്ലിംഗ സ്ത്രീലിംഗ അനുസരിച്ച് ക്രിയയ്ക്ക് വരുന്ന മാറ്റം. ഓക്കെ. പിതാജി ഉപന്യാസ് പഠ് രഹേ ദേ. പിതാജി അച്ഛൻ. ഉപന്യാസ് നോവൽ. പഠ് രഹേ ദേ വായിക്കുകയായിരുന്നു. പിതാജി എന്നുള്ളത് പുല്ലിംഗാണ്, പക്ഷെ ബഹുമാനം കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരു ബഹുവചനത്തിന്റെ രീതിയിൽ തന്നെ എന്തെങ്കിലും വരും. പഠ് രഹാദ എന്നുള്ളതിന് പകരം പഠ് രഹേ ദേ. പിതാജി ഉപന്യാസ് പഠ് രഹേ ദേ. അച്ഛൻ നോവല് വായിക്കുകയായിരുന്നു. ഇനി അച്ഛൻ എന്നുള്ളടത്ത് മാതാജി എന്നാണെങ്കിൽ സ്ത്രീലിംഗാണ്. അതുകൂടാതെ ബഹുമാനം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ബഹുമാന സൂചകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ആ കുത്തിടും മുകളിൽ. മാതാജി ഉപന്യാസ് പഠ് രഹി തി. മാതാജി ഉപന്യാസ് പഠ് രഹി തി. ഓക്കെ. അമ്മ നോവൽ വായിക്കുകയായിരുന്നു. പഠ് രഹാദയ്ക്ക് പകരം പഠ് രഹി തി. ഓക്കെ. ലഡ്കി ഉപന്യാസ് പഠ് രഹി തി. ലഡ്കി എന്നുള്ളത് പെൺകുട്ടി. അപ്പൊ ഇവിടെ പെൺകുട്ടി എന്നുള്ളത് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണ്ട, അതായത് നമ്മളേക്കാൾ എൽഡർ അല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠ് രഹി തി. ധീക്ക് കുത്ത വേണ്ട. ലഡ്കി ഉപന്യാസ് പഠ് രഹി തി. പെൺകുട്ടി നോവൽ വായിക്കുകയായിരുന്നു. ഇനി പെൺകുട്ടിക്ക് പകരം അവിടെ ഒരു ബഹുമാന സൂചകം കൊടുക്കാത്ത രീതിയിൽ ഒരു ആൺകുട്ടി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആൺകുട്ടിയുടെ പേര് അല്ലെങ്കിൽ ലഡ്ക. ലഡ്ക ഉപന്യാസ് പഠ് രഹാദ. ആൺകുട്ടി നോവൽ വായിക്കുകയായിരുന്നു. ഇനി ആൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടിയുടെ പേരാണെങ്കിൽ രാഹുൽ, അല്ലെ? രാഹുൽ ഉപന്യാസ് പഠ് രഹാദ. രാഹുൽ നോവൽ വായിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. പുല്ലിംഗ ഏകവചനാണെങ്കിൽ പഠ് രഹാദ, പുല്ലിംഗ ബഹുവചനാണെങ്കിൽ പഠ് രഹേ ദേ. സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ പഠ് രഹി തി. സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ അല്ലെങ്കിൽ ആദര സൂചകമായിട്ട് നമുക്ക് പഠ് രഹി ധി കുത്ത് വേണം. ഓക്കെ. അടുത്ത വാക്യങ്ങൾ നമുക്ക് നോക്കാം. വേ ബാസാർ സേ ലൗട്ട് ആയേ ഹേ. വേ ബാസാർ സേ ലൗട്ട് ആയേ ഹേ. ഇവിടെ വേ എന്നുള്ളത് വഹിന്റെ പ്ലൂറൽ ആണ്. അവർ ഒന്നിലധികം. ഓക്കെ, ബഹുവചനാണ്. അതുകൊണ്ട് എന്തെങ്കിലും ക്രിയ എന്താണ് വന്നത്, ലൗട്ട് ആയാ ഹേ എന്നുള്ളതിന് പകരം പുല്ലിംഗ ബഹുവചനാകുമ്പോ ലൗട്ട് ആയേ ഹേ. ഹേക്ക് കുത്ത്. ലൗട്ട് ആയേ ഹേ. ഓക്കെ. വേ ബാസാർ സേ ലൗട്ട് ആയേ ഹേ. ബാസാർ മീൻസ് മാർക്കറ്റ്. ബാസാർ സേ എന്നുള്ളത് നമ്മൾ നേരത്തെ സേയുടെ പ്രയോഗത്തെ കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സേ എന്ന് പറഞ്ഞാൽ അതൊരു കാരക്കാണ്. അത് എന്താണ് അർത്ഥം, ഫ്രം എന്നുള്ള അർത്ഥം, അതിൽ നിന്ന്. ഓക്കെ. ബാസാർ സേ മാർക്കറ്റിൽ നിന്ന്, ഫ്രം ദി മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേ ബാസാർ സേ ലൗട്ട് ആയേ ഹേ. ലൗട്ട് ആന തിരിച്ചെത്തുക. ഓക്കെ. ലൗട്ട് ആയേ ഹേ തിരിച്ചെത്തിയിട്ടുണ്ട്. വേ ബാസാർ സേ ലൗട്ട് ആയേ ഹേ. അപ്പൊ ഇവിടെ വേ എന്നുള്ള കർത്ത അതിന്റെ ജെൻഡർ അനുസരിച്ച്, അല്ലെങ്കിൽ അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ, അതുപോലെ ഏകവചനാണോ ബഹുവചനാണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ക്രിയ ലൗട്ട് ആയേ ഹേ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ അടുത്തത് വ ഖേൽ ചുക്കാ ഹോഗ. വ ഖേൽ ചുക്കാ ഹോഗ. ഓക്കെ. ഇവിടെ ഖേൽ ചുക്ന എന്ന് പറഞ്ഞാൽ എന്താണ്, കളിച്ച് കഴിയുക. ഓക്കെ. സംഭവിച്ച് കഴിയുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചുക്ന എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഖേൽ ചുക്ക ഹോഗ. ഹോഗ മീൻസ് ഉണ്ടാവും. ഓക്കെ. എക്സ്പെക്ടേഷൻ ആണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അതാണ് ഹോഗ, ഹോങ്കെ, ഹോഗി എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഖേൽ ചുക്ക ഹോഗ. അവൻ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഗേൽ ചുക്ക കളി, ഖേൽ. ഗേൽ ചുക്ക ഹോഗ മീൻസ് കളി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അവര് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിൽ. വ ഖേൽ ചുക്ക ഹോഗ. അവിടെ വഹ എന്നുള്ളത് പുല്ലിംഗും അതുപോലെ ഏകവചനം ആയതുകൊണ്ടാണ് ഖേൽ ചുക്ക ഹോഗ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി അത് ബഹുവചനാണെങ്കിലോ വേ ഖേൽ ചുക്കേ ഹോങ്കേ. വേ ഖേൽ ചുക്കേ ഹോങ്കേ എന്നായനെ. ഇനി വഹ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ വ ഖേൽ ചുക്കി ഹോഗി. വ ഖേൽ ചുക്കി ഹോഗി എന്നായനെ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. വ ലിഖ് ചുക്കി ഹോഗി. വ ലിഖ് ചുക്കി ഹോഗി. ഇവിടെ എന്തെങ്കിലും ചുക്കി ഹോഗി വരുമ്പോ തന്നെ നമുക്കറിയാം വഹ എന്നുള്ളത് എന്താണ്, സ്ത്രീലിംഗാണ്. അതുപോലെ ഹോഗി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഹോങ്കി എന്നല്ല. ഹോങ്കി എന്നാണെങ്കിൽ ബഹുവചനാണ്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആരോ ആണ്. പക്ഷെ ഇവിടെ ഹോഗി എന്നായതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനാണ് എന്നാണ് അർത്ഥം. വ ലിഖ് ചുക്കി ഹോഗി. ലിഖ് മീൻസ് എഴുതുക. ലിഖ് ചുക്കി ഹോഗി എഴുതിയിട്ടുണ്ടാവും, അല്ലെ? എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഇവിടെ അർത്ഥം. വ ലിഖ് ചുക്കി ഹോഗി. അവൾ എഴുതി കഴിഞ്ഞ് കാണും, അല്ലെ? അവൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ബസ് ആ ചുക്കി ഹോഗി. ബസ് മീൻസ് നമ്മുടെ ബസ്, വണ്ടി, അല്ലെ? ബസ് ആ ചുക്കി ഹോഗി. ബസ് എന്നുള്ള വാക്ക് ഇവിടെ സ്ത്രീലിംഗാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജീവനുള്ളവ മാത്രമല്ല ജീവനില്ലാത്ത വസ്തുക്കളും സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലെ ജെൻഡർ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് ആ സെന്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബസ് ആ ചുക്കി ഹോഗി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്? ബസ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ ചുക്കി ഹോഗി എന്ന് വന്നിരിക്കുന്നത്. ബസ് ആ ചുക്കി ഹോഗി, ബസ് വന്നിട്ടുണ്ടാവും. ഇനി ബസ് വരും, ഫ്യൂച്ചറിലാവുമ്പോ വരും എന്നുള്ളതിന് ആയേഗ, ആയേഗി, ആയേങ്കെ എന്നൊക്കെയാണ്. അപ്പൊ ബസ് എന്നുള്ള സ്ത്രീലിംഗം ആവുമ്പോ നമ്മൾ എന്ത് വരും? ബസ് ആയേഗി അല്ലെ? ബസ് എന്നുള്ള വാക്ക് അതിന്റെ ജെൻഡർ സ്ത്രീലിംഗാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ. ഓക്കെ, ബസ് ആ ചുക്കി ഹോഗി എന്താണ് അതിന്റെ അർത്ഥം? ബസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ലിഖ് ചുക്കി ഹോഗി എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിഖ് ചുക്ക ഹോഗ എഴുതിയിട്ടുണ്ടാവും. അവിടെ വഹ എന്നുള്ളത് ജെൻഡറിനെ ബേസ് ചെയ്ത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ക്രിയ ലിഖ് ചുക്ക ഹോഗ എന്നാണോ അല്ലെങ്കിൽ ചുക്കി ഹോഗി എന്നൊക്കെയാണോ വരേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. വ തീൻ ഗണ്ടേ സോയ, വ തീൻ ഗണ്ടേ സോയ. വ അവൻ അല്ലെങ്കിൽ അവൾ, ഇവിടെ എൻഡിങ്ങിൽ വന്ന ക്രിയ സോയ അല്ലെ? സോയ എന്ന് വെച്ചാൽ സോന എന്നുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഫോം ആണ്. ഓക്കെ, സോയ ഉറങ്ങി. ഓക്കെ, സോയ എന്നുള്ളത് ക്രിയ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വഹ് എന്നുള്ളത് പുല്ലിംഗാണ്. വ തീൻ ഗണ്ടേ, തീൻ ഗണ്ടേ 3 മണിക്കൂർ. ഓക്കെ, തീൻ മീൻസ് 3, ഗണ്ടേ മീൻസ് അവേഴ്സ്. തീൻ ഗണ്ടേ 3 മണിക്കൂർ, സോയ ഉറങ്ങി. വ തീൻ ഗണ്ടേ സോയ, അവൻ 3 മണിക്കൂർ ഉറങ്ങി. ഇനി അവൾ 3 മണിക്കൂർ ഉറങ്ങി എന്നാണെങ്കിലോ ഒരു വ്യത്യാസമുള്ളൂ അല്ലെ? സോയ എന്നുള്ളത് സോയി എന്നാവും. വ തീൻ ഗണ്ടേ സോയി, അവൾ 3 മണിക്കൂർ ഉറങ്ങി. വ തീൻ ഗണ്ടേ സോയ, അവൻ 3 മണിക്കൂർ ഉറങ്ങി. വ തീൻ ഗണ്ടേ സോയി, അവൾ 3 മണിക്കൂർ ഉറങ്ങി. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ബच्चे माँ के साथ बाजार गए हैं. ബच्चे माँ के साथ बाजार गए हैं. ബच्चे എന്ന് പറഞ്ഞാൽ ബച്ച എന്നുള്ള വാക്കിന്റെ പ്ലൂറൽ ആണ്. കുട്ടി, കുട്ടികൾ. ബच्चे കുട്ടികൾ. മാ കെ സാത്ത്, മാ മീൻസ് അമ്മ, കെ സാത്ത് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കൂടെ. മാ കെ സാത്ത് കൂടെ. ബच्चे മാ കെ സാത്ത് കുട്ടികൾ അമ്മയുടെ കൂടെ. ബാസാർ ഗേഹെ, ബാസാർ നേരത്തെ പഠിച്ചു മാർക്കറ്റ്. ഗേഹെ പോയിട്ടുണ്ട്. കുട്ടികൾ അമ്മയുടെ കൂടെ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ബच्चे മാ കെ സാത്ത് ബാസാർ ഗേഹെ. ഓക്കെ, ബच्चे എന്നുള്ള വാക്ക് പ്ലൂറൽ ആയതുകൊണ്ടാണ്, ബഹുവചനത്തിലായതുകൊണ്ടാണ് എൻഡിങ്ങില് ഗേഹെ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗേഹെ. ബच्चे മാ കെ സാത്ത് ബാസാർ ഗേഹെ, കുട്ടികൾ അമ്മയുടെ കൂടെ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പാപ്പ ദഫ്തർ സെ ആഗേ ഹെ. പാപ്പ ദഫ്തർ സെ ആഗേ ഹെ. പാപ്പ ദഫ്തർ മീൻസ് ഓഫീസ്. പാപ്പ ദഫ്തർ സെ ആഗേ ഹെ. പപ്പ ഓഫീസിൽ നിന്ന്. ദഫ്തർ സെ, സെ മീൻസ് ഫ്രം ദി ഓഫീസ് അല്ലെ? ദഫ്തർ സെ ഓഫീസിൽ നിന്ന്. ആഗേ ഹെ എത്തിയിട്ടുണ്ട്. പാപ്പ എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. അതുകൂടാതെ അത് ആദരസൂചകമായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ബഹുമാന സൂചകമായിട്ട് എന്തെങ്കിലും ഗേ, അതുകൂടാതെ ഹേക്ക് കുത്ത് അല്ലെ? പാപ്പ ദഫ്തർ സെ ആഗേ ഹെ. പപ്പ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അടുത്തത് മാമി ദഫ്തർ സെ ആഗയി ഹെ. അപ്പോ പാപ്പ എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് ബഹുമാനം കൊടുക്കേണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ എങ്ങനെ വരും എന്നറിയാനാണ് ഈ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. മാമി ദഫ്തർ സെ ആഗയി ഹെ. മാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മാവന്റെ വൈഫ് അല്ലെ? അമ്മായി, മാമി. മാമി ദഫ്തർ സെ ആഗയി ഹെ. മാമി ദഫ്തർ നിന്ന്, ഓഫീസിൽ നിന്ന്. ആഗയി ഹെ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീലിംഗ ആദരസൂചകമായിട്ട് ഗെയ് ഹേക്ക് കുത്ത്, ഗെയ് ഹെ. മീന സമുദ്രമേ ഡൂബ് ഗെയ് ദി. മീന സമുദ്രമേം ഡൂബ് ഗെയ് ദി. സമുദ്ര മീൻസ് കടൽ അല്ലെ? സമുദ്രം. ഡൂബ് ജാന മീൻസ് മുങ്ങിപ്പോവുക. ഡൂബ് ഗെയ് ദി മുങ്ങിപ്പോയിരുന്നു. മീന എന്നുള്ള വാക്ക് സ്ത്രീലിംഗ ആയതുകൊണ്ടും ഏകവചനത്തിലായതുകൊണ്ടും ഡൂബ് ഗെയ് ദി, ദിക്ക് കുത്ത വേണ്ട. അതുപോലെ ഈട ചിഹ്നം ദി എന്ന് പറയണം അല്ലെ? മീന സമുദ്രമേം ഡൂബ് ഗെയ് ദി. മീന സമുദ്രത്തിൽ മുങ്ങിപ്പോയിരുന്നു. ഇനി മീന എന്നുള്ളതിന് പകരം അവിടെ ഒരു ആൺകുട്ടിയുടെ പേരാണെങ്കിൽ എങ്ങനെ വരും? ജയദേവ്. ഓക്കെ, ജയദേവ് സമുദ്രത്തിൽ മുങ്ങിപ്പോയിരുന്നു എന്നെങ്ങനെ പറയാം? ജയദേവ് സമുദ്രമേം
ഡൂബ് ഗയാത, ഗെയ്ധി എന്നുള്ളത് ഗയാത. ജയദേവ് സമുദ്രമേം ഡൂബ് ഗയാത, ജയദേവ് സമുദ്രത്തിൽ മുങ്ങിപ്പോയിരുന്നു. ഇനി സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ. സബ് മീൻസ് എല്ലാവരും. എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ അവിടെ പുല്ലിംഗാവാം അല്ലെങ്കിൽ സ്ത്രീലിംഗാവാം. ഇനി പുല്ലിംഗ ബഹുവചൻ എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് എല്ലാ ആണുങ്ങളെയും ആണെങ്കിൽ സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, മിക്സഡ് ആണെന്നാണെങ്കിലും സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ എന്ന് വരും. ഓക്കെ, സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ, കഴിച്ചു കഴിഞ്ഞ് കാണും എന്നാണ് അർത്ഥം. ഖാ ചുക്കേ ഹോങ്കെ, കഴിച്ചു കഴിഞ്ഞ് കാണും. പോസിബിലിറ്റി ആണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ, എല്ലാവരും. സബ് മീൻസ് എല്ലാവരും. ഖാന ഫുഡ്, ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞ് കാണും. ഖാ ചുക്കേ ഹോങ്കെ. ഇനി സ്ത്രീകൾ എല്ലാവരെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ ചുക്കി ഹോങ്കി എന്ന് വരും. ചുക്കി ഹോങ്കി. സബ് ഖാന ഖാ ചുക്കി ഹോങ്കി. ഓക്കെ, ഹോങ്കി അവിടെ ഹോയുടെ മുകളിലൊരു കുത്ത് കണ്ടോ, ഹോങ്കി. പുല്ലിംഗാണെങ്കിൽ ആണ് ഹോങ്കി. ഇനി മിക്സഡ് ആണെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളെയും എല്ലാവരും ഉദ്ദേശിച്ചാണെങ്കിലും ആദ്യത്തെ വരുള്ളൂ സബ് ഖാന ഖാ ചുക്കേ ഹോങ്കെ, എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കാണും. അപ്പൊ ഇത്രയും നേരം നമ്മൾ പാസ്റ്റ് ടെൻസിന്റെ ആദ്യത്തെ റൂളാണ് നമ്മൾ നോക്കിയത്. ഇത് രണ്ടാമത്തെ റൂളാണ്. അതായത് നേക്ക പ്രയോഗ്, നേ എന്നുള്ള വിഭക്തി പ്രത്യയം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജെൻഡർ എന്തിനെ ബേസ് ചെയ്തായിരിക്കും, അതിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഇത്രയും നേരം നേ ഇല്ലാഞ്ഞ സെന്റൻസിൽ നമ്മൾ നോക്കിയത് കർത്ത, ആ ചെയ്യുന്ന ആളുടെ ജെൻഡർ ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേ ഉണ്ട് എന്നാണെങ്കിൽ അവിടെ കർമ്മ ഉണ്ടെങ്കിൽ കർമ്മിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തായിരിക്കും അവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് കർമ്മിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം നോക്കാം. ഗോവിന്ദനെ കവിത പഠി. ഗോവിന്ദനെ കവിത പഠി. ഇവിടെ ഗോവിന്ദാണ് കർത്ത, പടി ആണ് എന്താ വെർബ്. ഓക്കെ, ഇവിടെ ഗോവിന്ദ് കവിത വായിച്ചു അല്ലെ. അപ്പോ കർമ്മുണ്ടോന്ന് എങ്ങനെ അറിയാം? ക്യാ അല്ലെങ്കിൽ കിസെ എന്നുള്ള ചോദ്യം ചോദിച്ചു നോക്കുമ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ അത് കർമ്മാണ്. ഗോവിന്ദിനെ ക്യാ പടി, ഗോവിന്ദ് എന്ത് വായിച്ചു? എന്ത് വായിച്ചു? കവിത വായിച്ചു. അപ്പൊ കവിതയാണ് ഇവിടെ കർമ്മ. ഗോവിന്ദിനെ കവിത പടി. അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് മനസ്സിലാവും കവിത എന്നുള്ള വാക്കിനെ ബേസ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം ഗോവിന്ദ് എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, പക്ഷെ ക്രിയയിലെ പടി സ്ത്രീലിംഗാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ഗോവിന്ദനെ ബേസ് ചെയ്തല്ല കർമ്മിനെ ബേസ് ചെയ്താണ് ഇവിടെ ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ കവിത എന്നുള്ള വാക്ക് എന്തായിരിക്കും? സ്ത്രീലിംഗാണ്, അതുകൊണ്ട് പടി എന്നുള്ള വാക്ക് വന്നത്. കവിത പടി. ഗോവിന്ദനെ കവിത പടി, ഗോവിന്ദ് കവിത വായിച്ചു. ക്ലിയർ അല്ലേ? ഇനി ഗോവിന്ദിന് പകരം ദയാണെങ്കിലോ ബാക്കിയുള്ള വാക്കുകൾക്കൊന്നും വ്യത്യാസമില്ല അല്ലെ. ദയാനെ കവിത പടി. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയുടെ വാക്കാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഒന്നും തോന്നില്ല. ദയാനെ കവിത പടി. അപ്പോൾ നമ്മൾ വിചാരിക്കും ദയ എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടായിരിക്കും പടി എന്ന ക്രിയയിൽ വന്നത്. പക്ഷെ അല്ല, അതിന് മുമ്പത്തെ സെന്റൻസിൽ ഗോവിന്ദനെ കവിത പടി എന്നാണ് വന്നത്. അപ്പോൾ ഗോവിന്ദിനെ അല്ലെങ്കിൽ ദയ എന്നുള്ള വാക്കിനെ ബേസ് ചെയ്ത് കർത്താനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ക്രിയയ്ക്ക് വ്യത്യാസം വരുത്തിയത്, പകരം കർമ്മിനെ ബേസ് ചെയ്താണ്. അപ്പൊ നേ വരുമ്പോൾ അവിടെ കർമ്മുണ്ടെങ്കിൽ കർമ്മിനെ ബേസ് ചെയ്തായിരിക്കും ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. ഗോവിന്ദനെ കവിത പടി, ഗോവിന്ദ് കവിത വായിച്ചു. ഓക്കെ, ഇനി ദയാനെ കവിത പടി, ദയ കവിത വായിച്ചു. ഇനി വേറൊരാളുടെ പേരും കൂടെ നോക്കാം. രവിനെ കവിത സുനി. അടുത്തത് സുനി. ക്രിയ മാറി, കേൾക്കുക എന്നാണ് അർത്ഥം. സുന്ന കേൾക്കുക, സുനി കേട്ടു. രവിനെ കവിത സുനി, രവി കവിത കേട്ടു. അപ്പൊ അവിടെയും കവിത എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അവിടെ സുനി എന്ന് വന്നത്. ഇനി കവിതയ്ക്ക് പകരം അവിടെ ഒരു പുല്ലിംഗ വാക്കായിരുന്നെങ്കിൽ സുന എന്ന് വരുള്ളൂ. സുന കേട്ടു. ഓക്കെ, ലതാനെ പത്ര ലിഖ. ലതാനെ പത്ര ലിഖ. ഇവിടെ ലത ശബ്ദ സ്ത്രീലിംഗാണ്, പക്ഷെ എൻഡിങ്ങിലെ ക്രിയ എന്താ വന്നിരിക്കുന്നത്? ലിഖ, അതായത് പുല്ലിംഗാണ്. അപ്പോ ഇവിടെ കർമ്മ എന്താണ്? പത്ര. ലതാനെ ക്യാ ലിഖ, ലതാനെ പത്ര ലിഖ. അപ്പൊ പത്രാണ് ഇവിടെ കർമ്മ. പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗ ആയതുകൊണ്ടാണ് എൻഡിങ്ങില് ലിഖ എന്ന് വന്നത്. ഓക്കെ, എഴുതി എന്നുള്ള അർത്ഥത്തിൽ ലിഖ. ഇനി പത്രന് പകരം അവിടെ സ്ത്രീലിംഗ ആയിരുന്നെങ്കിൽ കവിതയായിരുന്നെങ്കിൽ കവിത ലിഖി എന്ന് വന്നേനെ. കവിത എഴുതി. ലതാനെ കവിത ലിഖി, ജയദേവിനെ കവിത ലിഖി, അങ്ങനെ വന്നേനെ. പക്ഷെ ഇവിടെ പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗ ആയപ്പോ അവിടെ പത്ര ലിഖ
ഓക്കെ, അത് ആരെഴുതിയാലും, സ്ത്രീ എഴുതിയാലും പുരുഷൻ എഴുതിയാലും എൻഡിങ്ങില് പത്രലിഖ എന്നേ വരുള്ളൂ. ലതാനെ പത്രലിഖ, ലത കത്തെഴുതി. ജയദേവിനെ പത്രലിഖ, ജയദേവ് കത്തെഴുതി. അപ്പൊ പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. കവിത എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. ബസ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകണം. ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ പുല്ലിംഗ സ്ത്രീലിംഗം എന്നുള്ളൊരു പ്രത്യേക ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് പുല്ലിംഗിൽ വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ നോൺ ലിവിങ് തിങ്സ് ആവുമ്പോൾ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടീസിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതേപോലെ ഏതെങ്കിലും ഒരു ബുക്കിൽ പുല്ലിംഗ് സ്ത്രീലിംഗ് വരുന്ന വാക്കുകളെ എഴുതി വെച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. രാം നെ ചിത്ര ദേഖ, രാം നെ ചിത്ര ദേഖ. ഇവിടെ രാം നെ ക്യാ ദേഖ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ചിത്രം എന്നുള്ള ഉത്തരം കിട്ടുന്നു. അപ്പൊ ചിത്രമാണ് ഇവിടെ കർമ്മം. ഓക്കെ, അപ്പൊ ചിത്രം എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ സാധിക്കും. ദേഖ എന്നാണ് വന്നത്. അപ്പൊ ചിത്ര പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? പുല്ലിംഗാണ് അല്ലെ. രാംനെ ചിത്ര ദേഖ, രാമൻ ചിത്രം കണ്ടു. ദേഖ മീൻസ് കണ്ടു. ദേഖന എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ദേഖ, കണ്ടു. ചിത്രദേഖ. അപ്പോ ഇവിടെ ചിത്രം എന്നുള്ള വാക്ക് പുല്ലിംഗായതുകൊണ്ടാണ് എൻഡിങ്ങില് വെർബില് ദേഖ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി രാമന് പകരം അവിടെ ഒരു സ്ത്രീയുടെ പേരാണെങ്കിൽ, അതായത് സീത ചിത്രം കണ്ടു എന്നാണെങ്കിൽ സീതാനെ ചിത്രദേഖ, അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, അടുത്തത് ഗോപാലിനെ ദോ ഫൽ ഖായേ. ഗോപാലിനെ ദോ ഫൽ ഖായേ. ഇവിടെ ഗോപാല് 2 പഴം കഴിച്ചു എന്നാണ് പറയുന്നത്. കഴിക്കുക എന്നുള്ളതിന് ഖാന, ഖാന എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഖായ. ഇനി ഗോപാൽ എന്നുള്ളത് പുല്ലിംഗാണ്, പക്ഷെ ഇവിടെ കർമ്മമുണ്ട് അല്ലെ. ഗോപാലിനെ ക്യാ ഖായ, ഗോപാല് എന്ത് കഴിച്ചു? എന്ത് കഴിച്ചു? 2 പഴം കഴിച്ചു. പഴം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫ്രൂട്ട് ആണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ബനാനയല്ല. ബനാനേനെ നമ്മളെ കേല എന്നാണ്. അപ്പൊ ഇവിടെ ആ പഴമാണ് ഉദ്ദേശിച്ചെങ്കിൽ ദോ കേലെ എന്ന് വരും. ഓക്കെ, ഇവിടെ ഫൽ എന്നുള്ളതിന്റെ പ്ലൂറലും ഫൽ എന്ന് തന്നെയാണ്, അതിന് ചേഞ്ചസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ദോ ഫൽ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ കേല എന്നുള്ളതാണെങ്കിൽ ദോ കേലെ എന്ന് വരും. ഗോപാലിനെ ദോ ഫൽ ഖായേ. ഇവിടെ ദോ ഫൽ എന്നുള്ളത് ഫലിന്റെ പ്ലൂറൽ ആണ്, 2 പഴമാണ്. ഓക്കെ, ബഹുവചനാണ്. അതുകൊണ്ടാണ് ഖായ എന്നുള്ളത് ഖായേ എന്നായത്. ഗോപാലിനെ ദോ ഫൽ ഖായേ, ഗോപാല് 2 പഴം കഴിച്ചു. അപ്പൊ ദോ ഫൽ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനാണ്. മാനെ ഖാന ബനാ ലിയാ ഹെ, മാനെ ഖാന ബനാ ലിയാ ഹെ. അമ്മ, ഖാന മീൻസ് ഫുഡാണ്, ബനാ ലിയാ ഹെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാനെ ഖാന ബനാ ലിയാ ഹെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖാന എന്നുള്ളത് പുല്ലിംഗാണ്. അപ്പോ അതുകൊണ്ടാണ് എൻഡിങ്ങില് ബനാ ലിയാ ഹെ എന്ന് വന്നത്. ഓക്കെ, ഇനി സ്ത്രീലിംഗ് ആയിരുന്നു എന്നാണെങ്കിൽ അവിടെ ബനാലി ഹെ എന്ന് വരും. ഓക്കെ, ബനാലി, ലിയ എന്നുള്ളത് ലിയാവും. മാനെ ഖാന ബനാ ലിയാ ഹെ, അവിടെ ഖാന എന്നുള്ള വാക്കിന് പകരം ഒരു സ്ത്രീലിംഗ ശബ്ദമായിരുന്നെങ്കിൽ അവിടെ ബനാലി ഹെ എന്ന് വരണം. ഓക്കെ, അപ്പൊ ഇവിടെ മാനെ ഖാന ബനാ ലിയാ ഹെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്, ഖാന. ഓക്കെ, പ്രേംചന്ദ് നെ കഹാനിയാം ലിഖി, പ്രേംചന്ദ് നെ കഹാനിയാ ലിഖി. പ്രേംചന്ദ് എന്നുള്ളത് ഒരു കവിയുടെ പേരാണ്. ഇനി പ്രേംചന്ദ് എന്തെഴുതി എന്നാണ് ഇവിടെ പറയുന്നത്. പ്രേംചന്ദിനെ ക്യാ ലിഖി, കഹാനിയാം. കഹാനി മീൻസ് കഥ, കഹാനിയാം കഥകൾ. ഓക്കെ, പ്രേംചന്ദിനെ കഹാനിയാം ലിഖി, പ്രേംചന്ദ് കഥകൾ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ കഥകൾ എന്നുള്ളത്, കഹാനി എന്നുള്ളത് സ്ത്രീലിംഗാണ്, സ്ത്രീലിംഗിന്റെ പ്ലൂറൽ ഫോം ആണ്. ഓക്കെ, ബഹുവചനാണ് കഹാനിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലിഖി എന്നുള്ളടത്ത് കുത്തും കൂടി വന്നത്, ലിഖിയും. പ്രേംചന്ദിനെ കഹാനിയാം ലിഖി, പ്രേംചന്ദ് കഥകൾ എഴുതി. ഇനി പ്രേംചന്ദിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു ലേഖികയുടെ പേരാണെന്നാണെങ്കിൽ അവിടെ എന്ത് വരുള്ളൂ? കഹാനിയ ലിഖി എന്ന് തന്നെ വരുള്ളൂ. അപ്പൊ ഇവിടെ പ്രേംചന്ദിനെയോ അല്ലെങ്കിൽ ലേഖികേനെ ഉദ്ദേശിച്ചൊന്നും അല്ല ഇവിടെ വ്യത്യാസം വരുന്നത്. എന്തിനെ ബേസ് ചെയ്താണ്? കഹാനിയാം എന്നുള്ള വാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ലിഖീം എന്ന് വന്നിരിക്കുന്നത്. പ്രേംചന്ദിനെ കഹാനിയാം ലിഖി, പ്രേംചന്ദ് കഥകൾ എഴുതി. മഹാദേവി വർമാനെ കഹാനിയ ലിഖി, മഹാദേവി വർമ്മ കഥകൾ എഴുതി. ഓക്കെ, അപ്പൊ കഹാനി എന്നുള്ള വാക്ക് എന്താണ്? സ്ത്രീലിംഗാണ്. ഖാന എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. ബസ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞത് റിവൈസ് ചെയ്ത് നോക്കാം. പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, കവിത എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മറക്കാതിരിക്കാൻ നിങ്ങളൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വാക്യങ്ങൾ നോക്കാം.
भारत ने क्रिकेट विश्व कप जीता. भारत ने क्रिकेट विश्व कप जीता. വിശ്വകപ്പ് മീൻസ് വേൾഡ് കപ്പ്. ക്രിക്കറ്റ് വിശ്വകപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അടുത്തത് ജീത്ത എന്ന് പറഞ്ഞാൽ ജീത്തന എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ജീത്തന മീൻസ് വിജയിക്കുക. ജീത്ത വിജയിച്ചു, ജയിച്ചു. ഓക്കെ. ഭാരത് നെ ക്രിക്കറ്റ് വിശ്വകപ്പ് ജീത്ത. ഭാരതം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചു. ഇതാണ് സെന്റൻസ്. ഭാരതം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചു. അപ്പൊ ഇവിടെ ഭാരതം എന്ത് ജയിച്ചു? ഭാരത് നെ ക്യാ ജീത്ത. അവിടെ എന്താണ് ഉത്തരം? ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലെ. അപ്പൊ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നുള്ള വാക്ക് ഇവിടെ പുല്ലിംഗ ആയതുകൊണ്ടാണ് എൻഡിങ്ങില് ജീത്ത എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ വേൾഡ് കപ്പ് എന്നുള്ള എന്താണ്? പുല്ലിംഗാണ്, അതുകൊണ്ടാണ് ജീത്ത എന്ന് വന്നത്. ഭാരത് നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജീത്ത. ഓക്കെ. ഭാരത് നെ ക്രിക്കറ്റ് വിശ്വകപ്പ് ജീത്ത. ഭാരതം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചു. അടുത്ത നോക്കാം. ആജ് ബച്ചോനെ വിദ്യാലയ കി സഫായി കി. ആജ് ബച്ചോനെ വിദ്യാലയ കി സഫായി കി. ഇവിടെ സഫായി കി എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്. ഓക്കെ. കി, കിയ എന്നല്ല വന്നിരിക്കുന്നത്, ഇവിടെ കി എന്നാണ്. കാരണം വെർബ് കി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീലിംഗാണ്. ഇനി പുല്ലിംഗാണെങ്കിൽ കിയ എന്നായിരുന്നു വരേണ്ടത്. ആജ് ബച്ചോനെ വിദ്യാലയ കി സഫായി കി. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, ബച്ചോനെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഓക്കെ. ബച്ചോനെ കുട്ടികൾ, വിദ്യാലയ കി സഫായി വിദ്യാലയം സ്കൂൾ, വിദ്യാലയ കി സഫായി സ്കൂളിന്റെ ക്ലീനിങ്. ഓക്കെ. കി, കി മീൻസ് ചെയ്തു, അതായത് ക്ലീനിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. ആജ് ബച്ചോനെ വിദ്യാലയ കി സഫായി കി. അപ്പൊ ഇവിടെ സഫായി കി എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗാണ്. ഓക്കെ. ആജ് ബച്ചോനെ വിദ്യാലയ കി സഫായി കി. ഇന്ന് കുട്ടികൾ വിദ്യാലയം വൃത്തിയാക്കി എന്നാണ് സെന്റൻസിന്റെ അർത്ഥം. ഉസ്നെ ഗാഡി ചലായി. ഉസ്നെ ഗാഡി ചലായി. ഇവിടെ ഉസ്നെ ഗാഡി ചലായി, ഇവിടെ അവനാവാം അവളാവാം. പക്ഷെ ഇവിടെ ഗാഡി എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് എൻഡിങ്ങിൽ ചലായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ചലായ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഗാഡി സ്ത്രീലിംഗ ആയതുകൊണ്ട് ചലായി. ഉസ്നെ ഗാഡി ചലായി. അവൻ വണ്ടി ഓടിച്ചു. ഇനി അവിടെ ഉസ്നയുടെ അവിടെ ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിലും ഗാഡി ചലായിനെ വരുള്ളൂ. പെൺകുട്ടിയുടെ പേര് ഇപ്പൊ നീത എന്നാണെങ്കിൽ നീതാനെ ഗാഡി ചലായി. നീത വണ്ടി ഓടിച്ചു. ഓക്കെ. നീത വണ്ടി ഓടിച്ചു. ഇപ്പൊ ഇവിടെ ഗാഡി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗാണ്. ഓക്കെ. ബസ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. आठवीं के छात्रों ने नाटक प्रस्तुत किया. आठवीं के छात्रों ने नाटक प्रस्तुत किया. 8वीं മീൻസ് എട്ടാമത്തെ. 8वीं के छात्र 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. ഓക്കെ. 8वीं के छात्रों ने नाटक प्रस्तुत किया. नाटक മീൻസ് നാടകം. പ്രസ്തുത് കിയ അവതരിപ്പിച്ചു. പ്രസ്തുത് കിയ അവതരിപ്പിച്ചു. ഇവിടെ നാടക് എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, അതുകൊണ്ട് എൻഡിങ്ങിൽ എന്ത് വന്നു? പ്രസ്തുത് കിയ. ഇനി നാട്ടക്കിന് പകരം അവിടെ സ്ത്രീലിംഗ ശബ്ദമായിരുന്നെങ്കിൽ പ്രസ്തുത് കി എന്ന് വരും. കി. ഓക്കെ. പ്രസ്തുത് കിയ സ്ത്രീലിംഗ ആണെങ്കിൽ പ്രസ്തുത് കി. ഓക്കെ. 8वीं के छात्रों ने नाटक प्रस्तुत किया. 8ാം ക്ലാസ്സിലെ കുട്ടികൾ, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചു എന്നാണ് ഈ ഒരു വാക്യത്തിന്റെ അർത്ഥം. അടുത്തത് മോഹനെ മുസ്കുരാത്തെ ഹുയെ ജവാബ് ദിയ. മോഹനെ മുസ്കുരാത്തെ ഹുയെ ജവാബ് ദിയ. മോഹൻ മുസ്കുരാത്തെ ഹുയെ, മുസ്കുരാന മീൻസ് പുഞ്ചിരിക്കുക. മുസ്കുരാത്തെ ഹുയെ പുഞ്ചിരിച്ചുകൊണ്ട്, ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട്, റോത്തെ ഹുയെ കരഞ്ഞുകൊണ്ട്. അപ്പൊ ഹുയെ എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ മുസ്കുരാത്തെ ഹുയെ പുഞ്ചിരിച്ചുകൊണ്ട്. ജവാബ് ദിയ. ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി, റിപ്ലൈ. ജവാബ് റിപ്ലൈ, മറുപടി. ജവാബ് ദിയ മറുപടി നൽകി. ഓക്കെ. ദേന മീൻസ് കൊടുക്കുക, നൽകുക. ദിയ മീൻസ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, കൊടുത്തു അല്ലെങ്കിൽ നൽകി. മോഹനെ മുസ്കുരാത്തെ ഹുയെ ജവാബ് ദിയ. മോഹൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പൊ ജവാബ് എന്നുള്ള വാക്ക് പുല്ലിംഗ ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ ദിയ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ദി എന്നാണ് വരേണ്ടത്. ദിയ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ് ഫോം എങ്ങനെ വരും? ദി. ജവാബ് ദി. ഓക്കെ. അവിടെ ജവാബ് വരില്ല, ജവാബ് പുല്ലിംഗ ആയതുകൊണ്ട് ജവാബ് ദിയ എന്ന് തന്നെ വരുള്ളൂ. ജവാബിന് പകരം അവിടെ ഒരു സ്ത്രീലിംഗ് ശബ്ദമായിരുന്നെങ്കിൽ ദി എന്ന് വരുള്ളൂ. ഓക്കെ. നേഹാനെ നൃത്യക്കിയ. നേഹാനെ നൃത്യക്കിയ. നൃത്യ മീൻസ് നൃത്തം. നേഹ നൃത്തം ചെയ്തു. നൃത്യക്കിയ നൃത്തം ചെയ്തു. നൃത്യ എന്നുള്ള വാക്ക്
പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തെങ്കിലും കിയ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ കിയ എന്നുള്ളത് പുല്ലിംഗിൽ ഉപയോഗിക്കേണ്ടതാണ്. സ്ത്രീലിംഗിലായിരുന്നെങ്കിൽ കീ എന്ന് വരുള്ളൂ, കീ. നേഹാനെ നൃത്യ കിയ, നേഹ എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. നേഹ നൃത്തം ചെയ്തു. അപ്പോ നൃത്യ എന്നുള്ള വാക്ക് പുല്ലിംഗ ആയതുകൊണ്ടാണ് കിയ എന്ന് വന്നത്. നേഹാനെ നൃത്യ കിയ, നേഹ നൃത്തം ചെയ്തു. നേഹയ്ക്ക് പകരം അവിടെ ഒരു ആൺകുട്ടിയുടെ പേരാണ് എങ്കിൽ എന്ത് വരും? ശ്യാം. ശ്യാംനെ നൃത്യ കിയ, ശ്യാംനെ നൃത്യ കിയ. അപ്പൊ ഇവിടെ നൃത്യ എന്നുള്ള വാക്കിനെ ബേസ് ചെയ്താണ് എന്തെങ്കിൽ ക്രിയയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സെന്റൻസുകളും നമ്മൾ ഈ 2 നിയമത്തെ ഫോളോ ചെയ്താണ് നമ്മൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് ഉണ്ടാക്കിയത്. ആദ്യത്തേത് എന്തായിരുന്നു? പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് എഴുതുമ്പോൾ അതില് കർത്ത, കർമ്മ, ക്രിയ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവിനെ ബേസ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. ഇനി നേ പ്രയോഗിച്ചിട്ടുള്ള സെന്റൻസുകളിൽ കർമ്മത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ക്രിയയിൽ വ്യത്യാസം വരുന്നത്. കർമ്മം സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നോക്കിയായിരിക്കും ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. നേ ഇല്ലാത്ത സെന്റൻസുകളാണെങ്കിൽ അവിടെ കർത്ത ചെയ്യുന്ന ആരാണോ, ക്രിയ ചെയ്യുന്ന ആരാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇപ്പം ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പാസ്റ്റ് ടെൻസിൽ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹിന്ദിയിൽ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ കൂടി അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.